നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ ഞങ്ങളുടെ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇന്നും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പെട്ടെന്നായിരുന്നു കേട്ടോ എങ്ങനെ 7ാം മാസത്തെ കൂട്ടിക്കൊണ്ടുപോകണതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചേ. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചേൻ്റെ ഒരു എന്താ പറയുക ഗ്യാപ്പേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇവിടെ നോർമലി ഞങ്ങൾ ചെയ്യുന്നത് കല്യാണ സാരി ഇട്ടിട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ വളകാപ്പിൻ്റെയൊക്കെ ചെറിയൊരു സെറ്റപ്പൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഇന്നലെ പോയി സാരി എടുത്തു. ഇന്നിപ്പോൾ ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുക്കാനുണ്ട്. പിന്നെ എനിക്ക് ചെറിയ ഷുഗർ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ആഴ്ചയിലും പോയിട്ട് ഷുഗർ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ഫുഡിലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കി, മധുരമൊക്കെ പറ്റേ ഒഴിവാക്കി, അങ്ങനെയൊക്കെയാണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ എനിക്കുണ്ടായിരുന്ന കുറേ നീരൊക്കെ പോയി. കാലിൽ നല്ല നീരുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞ് 7ാം തീയതിയാണ് ഇവിടെ നാട്ടിലെത്തി. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് എത്തിയതെന്ന്. ഏപ്രിൽ 7ാം തീയതി ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഒരു 9ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കും കാലിൽ നീര് വരാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആദ്യം നോർമലാണെന്ന് വിചാരിച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചു. ഇങ്ങനെ നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നോർമലി എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പ്രസവ ഈ പ്രഗ്നൻസി ടൈമിൽ നീര് നമുക്ക് വരും എന്നുള്ളത്. എന്നാലും വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് ഡോക്ടറെ കാണിച്ച് എല്ലാം ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ചെറിയ ഷുഗർ കാണിക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഷുഗറിൻ്റെ ഗുളിക സ്റ്റാർട്ട് ചെയ്തു. ഫുഡൊക്കെ കൺട്രോൾ ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കാലിൽ നീരൊക്കെ പറ്റ പോയിട്ട് ഇപ്പോൾ നോർമലായി. ശരീരത്തിന് നീര് മുഖമൊക്കെ നല്ല നീര് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടുള്ള നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അത്യാവശ്യം മുഖമൊക്കെ നല്ല നീരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ നീരൊക്കെ പോയി. പിന്നെ അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം രാവിലെ പോയിട്ട്, വെറും വയറ്റിലും ഭക്ഷണം കഴിച്ചിട്ടും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം. പിന്നെ എല്ലാ ചില സാധനങ്ങൾ, പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം, ഷോപ്പിങ്, അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതെൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കൂട്ടിക്കൊണ്ടുപോകണേൻ്റെ ആ സമയത്ത് ശരിക്കും അന്ന് ഈ കല്യാണ സാരിയാണ് ഉടുക്കുക. നമ്മളിങ്ങനെ വളകാപ്പിൻ്റെ ചെറിയത് വെക്കുന്നത് കൊണ്ട് വേറെ സാരി വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ സാരി. ക്യാമറയിൽ കാണുന്ന കളറല്ല കേട്ടോ. ഇത് നല്ലൊരു പിങ്കും മജന്തയും കൂടി ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ ഒരു റെഡിഷ് കളറാട്ടോ തോന്നുന്നത്. ഒരു ഡ്യുവൽ ടോൺ കളറായിട്ടുള്ളൊരു സാരിയാണ്. അപ്പം 4 വർഷമായി ഈ കല്യാണ സാരി പെട്ടി തന്നെ ഇരിക്കുന്നു. അപ്പം ഞാനിത് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പോകാൻ നമുക്കൊന്ന് ഇടാം. അതായത് ചെറിയ പൂപ്പലിൻ്റെ മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നിൽ വെയിൽ ഒളിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷാമ്പൂ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് വെയിലത്തിടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒന്നും തീരുമാനമാക്കിയില്ല എന്ത് ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ ബ്ലൗസും ഉണ്ട്. ഇതൊന്നും എനിക്കിപ്പോൾ കൊള്ളത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കൊള്ളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഈ ബ്ലൗസുണ്ട്. ഈ ബ്ലൗസിലുള്ള എല്ലാ വർക്കും ഞാനാണ് ചെയ്തത്. ഇത് കാണുന്നുണ്ടോ? എനിക്ക് എംബ്രോയ്ഡറി ഒന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ തന്നെ ചെയ്തതാണ് ഈ വർക്ക്. അത്ര പെർഫെക്ഷനൊന്നുമില്ല. പക്ഷേ ഈ കല്യാണ സമയത്തൊക്കെ നമ്മൾ ബൊട്ടീക്കിലൊക്കെ പോയി ചോദിക്കുമ്പോൾ ഇതിന് 6000, 8000 അങ്ങനെ, അല്ലെങ്കിൽ 3600, 4000 അങ്ങനെ ഓരോ റേറ്റിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ അത് ഭയങ്കര വിലയായി തോന്നിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അനിയൻ അന്ന് എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ കുറച്ച് മുത്തൊക്കെ മേടിപ്പിച്ച് ഞാൻ തന്നെ തുന്നിയതാണ് കേട്ടോ. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ബ്ലൗസിനും കല്യാണത്തിൻ്റെ ബ്ലൗസിനും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എൻ്റെ ഇതിൽ ചെയ്തത്. പുറത്ത് കൊടുത്തൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണല്ലോ, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ. ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളും എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാറുള്ളത്. എനിക്ക് ഇങ്ങനെ എന്താ പറയുക, വേറുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു ഇടങ്ങേറാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഞാൻ തന്നെ ചെയ്യാൻ നോക്കും കേട്ടോ. അപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുള്ളൊരു വർക്കാണിത്. വലിയ പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. അത്ര പെർഫെക്റ്റ് ഒന്നും ആവില്ല, കാരണം ഞാൻ എംബ്രോയ്ഡറി പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ തോന്നി, അങ്ങനെ ഞാൻ എൻ്റെ കല്യാണ ബ്ലൗസ് ചെയ്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് എനിക്ക് പാകമാക്കണം, ഇതിൻ്റെ കുറച്ച് തുന്നൊക്കെ വിടിയിപ്പിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി സാരിയും ബ്ലൗസൊക്കെ എടുത്ത് വെച്ചേക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തയ്ക്കുന്ന ചേച്ചീൻ്റെ അവിടേക്ക് പോകാൻ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്ന പെൺകുട്ടികൾ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ആരാന്നുള്ളത് അരുണേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളാണ് കേട്ടോ. നമ്മൾ അനിയത്തിമാരാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. പിന്നെ അവർക്കിപ്പോൾ വെക്കേഷനാണ്, ക്ലാസ്സൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ അവരിവിടെ നിന്നിട്ടാണ് സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോവുകയൊക്കെ ചെയ്യുന്നത്.
അപ്പം നമ്മുടെ അനിയത്തിമാരാണത്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാന്നുള്ളത്. അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് 2-4 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ പ്രസവം കഴിയുന്ന വരെ ഒരു 3 മാസം പ്രസവം കഴിഞ്ഞ് ഒരു 3 മാസം ആവണ വരെ വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് എടുത്തിട്ട് തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ പോയത് പോത്തുകല്ല് എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അത്യാവശ്യം വലിയ സിറ്റി എന്ന് പറയുന്നത് പോത്തുകല്ലാണ്. അപ്പോൾ പോത്തുകല്ലിൽ 1-2 സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളൊക്കെ ആദ്യം വാങ്ങാമെന്ന് വിചാരിച്ചു വീട്ടിലേക്കുള്ള. അതിന് ശേഷം വേണം ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. നമ്മുടെ ചിന്നുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് തയ്ച്ച് കിട്ടണം കേട്ടോ. അതുകൊണ്ട് ചിന്നുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മേൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ തന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ്. നമ്മൾ മലാവിയിലാകുമ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനം ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടുപോകലായിരുന്നു കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. മലാവിയിലായിരുന്ന സമയത്ത് നമ്മൾ അരുണേട്ടനൊക്കെ അറിയുന്ന സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ അമ്മ ഒരു ലിസ്റ്റ് തരും. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വിളിച്ച് പറയും. അവരെല്ലാം പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടെത്തിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പം നമുക്കൊരു വ്ളോഗും കൂടെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ വീട്ടിൽ വെറുതെ അല്ല ഇങ്ങനെ എപ്പോഴും വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും ഒരു ഇഷ്ടം നമുക്കൊന്ന് പുറത്തിറങ്ങാനൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ. അതേപോലെ ഷോപ്പിൽ പോകാനും ഇങ്ങനെ പർച്ചേസ് ചെയ്യാനൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ വെറുതെ ഇരുന്ന് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് നമ്മളെപ്പോഴും ലൈഫിൽ കണ്ടെത്തണം എന്നുള്ളതാണ്. എൻ്റർടൈൻമെൻറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ആക്റ്റീവ് ആയിട്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ശരീരവും മനസ്സൊക്കെ അതേപോലെ എൻഗേജും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വരാം അമ്മയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങിയതാണ്. അതാകുമ്പോൾ രസമാണ് ഇങ്ങനെ പോകുന്നതും സാധനങ്ങൾ വാങ്ങണതൊക്കെ. അപ്പോൾ ചിന്നുവാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ വേണം അങ്ങനെയൊക്കെ നോക്കി നടക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഓരോ ഭാഗത്തും ഓരോ സ്ഥലത്തൊക്കെയാണ് കേട്ടോ ഇതിന് സാധനങ്ങൾ ഇരിക്കുന്നത്. അതൊക്കെ തപ്പി പിടിച്ച് പിന്നെ റേറ്റൊക്കെ നോക്കി പിന്നെ എത്രണ്ണം വേണം. ഞങ്ങൾ ഈ സോപ്പ് ഐറ്റംസ് അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഒരു മാസത്തേക്കുള്ളത് ഒന്നിച്ച് വാങ്ങാറ് തന്നെയാണ് കേട്ടോ. ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും മലവിലാണെങ്കിലും ഒക്കെ ചെയ്യാറുള്ളത്. അതാകുമ്പോൾ ഒറ്റ തവണ കടയിൽ പോയാൽ മതിയല്ലോ. അപ്പോഴും കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ പോയി വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ദേ എല്ലാ സാധനങ്ങളും നോക്കി നടന്ന് വാങ്ങുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം പച്ചക്കറിയൊക്കെ വാങ്ങാൻ. പച്ചക്കറിയൊന്നും പിന്നെ നമ്മൾ ഒരു മാസത്തേക്കൊന്നും വാങ്ങത്തില്ല, ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ള വാങ്ങുള്ളൂ. അത് പിന്നെ തീരുമ്പോൾ പുറത്ത് പോയി വരുമ്പോൾ അച്ഛനാണ് മേടിച്ചുകൊണ്ടിരിക്കുക പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും അല്ലാത്തതും ഒക്കെ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങണത്. അങ്ങനെ വീട്ടിലേക്കുള്ള പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ കൂടെ കിട്ടുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും സ്കൂളിലൊക്കെ പോയതുകൊണ്ട് ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ പർച്ചേസിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയുടെ അനിയത്തി അതായത് കുഞ്ഞമ്മയും മോളും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി. അതിന് ശേഷം ബ്ലൗസൊക്കെ തയ്ക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാണ് അമ്മയുടെ അനിയത്തി, ടർനേട്ടൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് പച്ച ഷോൾ ഇട്ടത് കേട്ടോ. അപ്പോൾ നിർമ്മല കുഞ്ഞമ്മ എന്ന് പറയും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ബ്ലൗസൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ ബ്ലൗസ് ആദ്യം തന്നെ അതിൻ്റെ കൈയൊക്കെ വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ബ്ലൗസിൻ്റെ കൈ മാത്രം ഞാൻ കൊണ്ടുപോയിട്ട് മുത്തും ഇതൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ കൈ ഭാഗം മാത്രം വെട്ടിയിട്ട് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം അതിൽ മുത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ.
ശരിക്കും ഇങ്ങനെ ബ്ലൗസിലൊക്കെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഇതുപോലെ ബ്ലൗസിൻ്റെ കൈയൊക്കെ തയ്ക്കണേൻ്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് മുത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതല്ല, എൻ്റെ കല്യാണ സാരിയും എൻഗേജ്മെൻറ്റിൻ്റെ സാരി ബ്ലൗസൊക്കെ ഞാൻ തന്നെയാണ് മുത്ത് പിടിപ്പിച്ചതെന്നുള്ളത്. പക്ഷെ അന്നേരം ഒന്നും എനിക്ക് ഈ ഒരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നില്ല. തയ്ച്ച് വെച്ച ബ്ലൗസിലായിരുന്നു കേട്ടോ മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇതേ ഇപ്പം നേരെ ഒരു ഫാൻസി കടയിൽ വന്നതാണ് കുറച്ചധികം കുപ്പിവളകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വണ്ടീൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റുമായിരിക്കും. കാരണം എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ റോഡായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകുക ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തതൊരു ഫാൻസി കയറിയിട്ടുണ്ട് കുറച്ചധികം കുപ്പിവളകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുപ്പിവളയാണല്ലോ ഇട്ട് തരേണ്ടത്. അപ്പോൾ കുറച്ചധികം കുപ്പിവള വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള കുപ്പിവളയല്ല കേട്ടോ വാങ്ങുന്നത്. എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ള കുപ്പിവളേനോട് എന്തോ വലിയ താല്പര്യമില്ല. അപ്പോൾ ഭയങ്കര ഡാർക്ക് കളറും അല്ലാത്ത കുറച്ചൊരു മിക്സ് ചെയ്താലും ഒരു ലുക്ക് ഉണ്ടാവണം എന്നുള്ള, അതായത് എല്ലാ വളകളും നമ്മൾ മിക്സ് ചെയ്തിട്ടാണല്ലോ ഇടുക. അങ്ങനെ ഇടുമ്പോൾ ഒരു ബോർ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു കളറുകൾ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള കുപ്പിവളകളൊക്കെ കണ്ടില്ലേ, കുറച്ചൊരു ലൈറ്റ് കളറ്, എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളറ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കുറച്ചധികം കുപ്പിവളകൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുപ്പിവള പർച്ചേസിങ്ങും രാവിലത്തെ ഓരോ വീട്ടിലേക്കുള്ള സാധനങ്ങളുടെ പർച്ചേസിങ്ങും നമ്മുടെ ബ്ലൗസ് തുന്നാൻ കൊടുത്തതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതും കൊണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബ്ലൗസിൻ്റെ ഞാൻ മുറിച്ച് കൊണ്ടുവന്നൊരു പീസ് ഉണ്ടല്ലോ നമ്മളെ കയ്യിൻ്റെ പീസ്, അതിൽ മുത്ത് വെക്കാൻ. അപ്പോൾ അതേ ഞാനിങ്ങനെ ഒരു ഹൂപ്പിൽ ബ്ലൗസിൻ്റെ പീസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല എംബ്രോയ്ഡറിൻ്റെതൊക്കെ വെക്കുക, ഇങ്ങനെയും വെക്കുക. പക്ഷേ ഒരു ചതുരത്തിലുള്ള വേറൊരു തരം ഒരു സംഭവമുണ്ട്. അതിലേക്ക് ഇങ്ങനെ വേറെ തുണി നമ്മൾ ഈ ബ്ലൗസ് പീസിൽ അറ്റാച്ച് ചെയ്തിട്ട് അത് വലിച്ച് മുറുക്കി വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്യുക. അപ്പോഴാണ് ചെയ്യാൻ സുഖം കിട്ടുക. പക്ഷെ നമുക്ക് ചെറിയ പീസല്ലേ ചെയ്യാനുള്ളൂ, അതുപോലെ തന്നെ ചെറിയ എംബ്രോയ്ഡറി ചെയ്യണുള്ളൂ. ഞാൻ ഒരുപാടൊന്നും ചെയ്യുന്നില്ല. കല്യാണ ബ്ലൗസിൽ ചെയ്യുന്നത് അത്രയൊന്നും ഞാൻ എംബ്രോയ്ഡറി ഇതിൽ ചെയ്യുന്നില്ല കേട്ടോ. കുഞ്ഞ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ എൻ്റേതായിട്ടുള്ളൊരു ഐഡിയയ്ക്ക് ഒരു കുഞ്ഞ് എംബ്രോയ്ഡറി ഡിസൈനാട്ടോ ചെയ്യുന്നത്. ചുമ്മാ പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് എൻ്റെ കൈ കിടക്കണ്ട, അതിന് ഒരിത്തിരി മുത്ത് വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു ആശയം കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എപ്പോഴും അങ്ങനെയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഒരുപാട് പേര് എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടെന്ന് സുഖമാണോ, ഓക്കെ ആയിട്ടിരിക്കുന്നുവെന്ന്. ഇപ്പം ഞാൻ ഓക്കെ ആയിട്ടിരിക്കുകയാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് അങ്ങനെ പോകുന്നു. അപ്പോൾ അതേ ഞാൻ തകൃതിയായിട്ട് ബ്ലൗസിൻ്റെ കയ്യിൽ എംബ്രോയ്ഡറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.